പലയിടത്തും താമര വിരിയുമെന്ന് ഉറപ്പിച്ച NDA ക്യാമ്പ്. നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം മണ്ഡലങ്ങളിലാണ് വലിയ പ്രതീക്ഷ. 5-ലേറെ മണ്ഡലങ്ങളിൽ അട്ടിമറി സാധ്യതയുണ്ടെന്നാണ് NDA വിലയിരുത്തൽ. കുന്നത്തുനാടടക്കം 4 സീറ്റുകളിൽ വിജയിക്കുമെന്ന് 2020 പ്രസിഡന്റ് സാബു എം ജേക്കബ് 24-നോട് പറഞ്ഞു. BJPക്ക് വിജയിച്ചു കയറാനുള്ള എല്ലാ സാധ്യതകളും നിറഞ്ഞു നിന്ന തിരഞ്ഞെടുപ്പ് എന്നാണ് ആദ്യം മുതൽ തന്നെയുള്ള മുന്നണി പ്രതീക്ഷ. 5 സീറ്റുകളിൽ വിജയം, 30 സീറ്റുകളിലെങ്കിലും ഇഞ്ചോടിഞ്ച് മത്സരം എന്നതായിരുന്നു ലക്ഷ്യമിട്ടത്. തിരഞ്ഞെടുപ്പിന് ശേഷം NDA ക്യാമ്പിന്റെ പ്രതീക്ഷകൾ ഇങ്ങനെ: നേമം, കഴക്കൂട്ടം, പാലക്കാട് മണ്ഡലങ്ങളിൽ താമര വിരിയും. കഴക്കൂട്ടത്ത് ശബരിമലയും നേമത്ത് ന്യൂനപക്ഷ വോട്ടുകളും പോളിംഗ് ശതമാനവും വെച്ച് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. വട്ടിയൂർക്കാവും ചാത്തന്നൂരും മഞ്ചേശ്വരത്തും അട്ടിമറി സാധ്യത. പാലക്കാട് ഉയർന്ന വോട്ടിന് നോട്ട് വിവാദം തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും പ്രതീക്ഷ. ജനങ്ങളുടെ പ്രതികരണത്തിൽ ആത്മവിശ്വാസമുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ആദ്യം മുതൽ പറഞ്ഞത് ഈ ഇലക്ഷൻ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഇലക്ഷനായിട്ട് മാറും, അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും എൻ്റെ ഒരു ആത്മവിശ്വാസവും. സർക്കാർ രൂപീകരണത്തിൽ പോലും BJP സ്വാധീന ശക്തിയാകുമെന്ന് PS ശ്രീധരൻപിള്ള 24-നോട്. രണ്ട് മുന്നണികൾക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടാതെ നിയാമക ശക്തിയായിട്ട് BJP മാറിയാൽ, NDA മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. 83% പോളിംഗ് രേഖപ്പെടുത്തിയ കുന്നത്ത് നാട്ടിൽ വോട്ട് കച്ചവടം നടന്നുവെന്ന ആരോപണവുമായി സാബു എം ജേക്കബ്. 4 സീറ്റുകളിൽ ഉറപ്പായും വിജയം. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടിൽ 4 സീറ്റ് ഞങ്ങൾക്ക് ഉറപ്പാണത്. അത് 6 സീറ്റ് വരെ പോകാം. ഏറിയും കുറഞ്ഞുമുള്ള കണക്കുകൂട്ടലുകൾ NDA ക്യാമ്പിലും സജീവമാകുമ്പോൾ ഇപ്രാവശ്യം താമര വിരിയും എന്ന കാര്യത്തിൽ നേതൃത്വത്തിന് തർക്കമില്ല. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.